സ്വപ്ന ജോലികൾ, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷ. ഈ പരീക്ഷയുടെ ഒന്നും സിലബസ് ഇതുവരെ വന്നിട്ടില്ല. നമ്മൾ എഴുതിയ പ്രിലിംസിന്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല. എന്നാൽ പിന്നെ എക്സാം ഡേറ്റ് എങ്കിലും വന്നോ? നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. കാര്യം അസിസ്റ്റന്റ് ജയിൽ സൂപ്രണ്ട് എക്സാമും എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എക്സാമും ഒക്കെ സെപ്റ്റംബർ മാസമാണ്. അതുകൊണ്ട് തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്, കമ്പനി ബോർഡ് അസിസ്റ്റന്റ്, സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് പരീക്ഷയൊക്കെ തൊട്ടടുത്ത മാസം ഒക്ടോബറിൽ നടക്കും എന്നിപ്പോ നമുക്ക് ഉറപ്പാണ് അല്ലെ, ഏകദേശം. പക്ഷെ നമ്മുടെ ചോദ്യം ഇതൊന്നുമല്ല. നിങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ ചോദിക്കേണ്ട പ്രധാനപ്പെട്ട ചോദ്യം. ഞാൻ പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ ഒന്ന് പതിക്കണം. ബിക്കോസ് ഇപ്പോഴത്തെ അവസ്ഥ എന്താ? പ്രിലിംസിന്റെ റിസൾട്ട് വന്നിട്ടില്ല, മെയിൻസിന്റെ സിലബസിനെ പറ്റി കൃത്യമായിട്ടൊരു ധാരണയില്ല. ഈ ഒരു അൺസർട്ടൺ സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഈ സിറ്റുവേഷൻ അൺസർട്ടനിറ്റി, ഒരു അനിശ്ചിതത്വമുള്ള സമയത്ത് നമുക്ക് നന്നായിട്ട് പഠിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ അവനായിരിക്കും അവളായിരിക്കും ടോപ്പ് റാങ്കിലേക്ക് എത്താൻ പോവുക. ബിക്കോസ് ഈ സമയം മറ്റുള്ളവരാരും ഓടിത്തുടങ്ങില്ല, പഠിച്ചു തുടങ്ങില്ല. അവരെല്ലാവരും ഒരു പെർഫെക്റ്റ് സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. പക്ഷെ ഈ ഒഫീഷ്യൽ കലണ്ടറൊക്കെ വരുന്നു, സിലബസ് ഒക്കെ വരുന്നു, ആ സമയം കൊണ്ട് നേരത്തെ പഠിച്ചു തുടങ്ങുന്ന ടീംസ് ഒക്കെ മുന്നിൽ എത്തിക്കാണും. കാര്യം അവർക്കറിയാം അവരവരുടെ ജീവിതം വെച്ചാണ് കളിക്കുന്നതെന്ന് അവർക്കറിയാം. അതുകൊണ്ട് അവരെ മുന്നേ ഓടി തുടങ്ങും. പിന്നെ പഠിച്ചു തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആ നിമിഷമായിരിക്കും ഒന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. അവർക്ക് ഒരിക്കലും ഫിനിഷ് ലൈനിൽ എളുപ്പത്തിനെത്താൻ സാധിക്കില്ല. അപ്പോൾ നിങ്ങളൊരു സംശയം, സിലബസ് വരാതെ നമ്മൾ എന്ത് പഠിക്കും മല്ലയ്യ എന്നാണെങ്കിൽ, നമുക്ക് കോമൺ ടോപ്പിക്സ് ധാരാളം ഉണ്ടല്ലേ, ഹിസ്റ്ററി, ജോഗ്രഫി, എക്കണോമിക്സ്. ഞാൻ ഈ ഒരു വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് വീഡിയോസിന്റെ ലിങ്ക് ഞാനിടാം. അത് മാത്രം കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ പഠിച്ചു തുടങ്ങും, എവിടുന്ന് പഠിച്ചു തുടങ്ങും, കോമൺ ടോപ്പിക്സ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എലിമിനേഷൻ ടെക്നിക്സ് എങ്ങനെ അപ്രോച്ച് ചെയ്യണം, എത്രത്തോളം ഡീപ്പായി പഠിക്കണമെന്നൊക്കെ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാകും. സ്പെഷ്യൽ ടോപ്പിക്സിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കാര്യം അറിയാം, എക്സൈസ് ഇൻസ്പെക്ടറും ജയിലറിലും ഒന്നും സ്പെഷ്യൽ ടോപ്പിക്സിൽ വലിയ മാറ്റമില്ല. അതുകൊണ്ട് തന്നെ ഇനി വരാൻ പോകുന്ന യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് സ്പെഷ്യൽ ടോപ്പിക്സിൽ കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ UGC ആക്ട് ഉണ്ടാവും, ഇന്ത്യയിലെ എഡ്യൂക്കേഷണൽ ഹിസ്റ്ററി ഉണ്ടാവും, രാധാകൃഷ്ണൻ കമ്മീഷനെ പറ്റി ഉറപ്പായിട്ടും പഠിക്കണം, ന്യൂ എഡ്യൂക്കേഷൻ പോളിസി ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പൊ നമുക്കിപ്പോ ഏകദേശം കാര്യങ്ങൾ അറിയാം. പഠിച്ചു തുടങ്ങാൻ ഇത് മതി. ഒരു പെർഫെക്റ്റ് സമയത്തിന് വേണ്ടിയിട്ടോ സിലബസിന് വേണ്ടിയിട്ടോ നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ട. PSC പരീക്ഷയുടെ ഒരു യാത്രയിൽ സിലബസ് മാറാം, നോട്ടിഫിക്കേഷൻ വൈകാം, എന്തും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ആവാം. പക്ഷെ ഒരിക്കലും മാറാത്ത ഒരു കാര്യമുണ്ട്. നിങ്ങളെ ഈ ഒരു പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കാൻ പറഞ്ഞയച്ച് നിങ്ങളുടെ വീട്ടുകാരുടെ പ്രതീക്ഷകൾ, ഹോപ്പ്, അതിനോടൊപ്പം തന്നെ നിങ്ങൾ തോറ്റ് കാണാൻ ആഗ്രഹിക്കുന്ന കുറെ ആൾക്കാരുടെ കളിയാക്കലുകൾ, ഈ രണ്ട് സമയം ഒരിക്കലും മാറാൻ പോകുന്നില്ല അൺടിൽ യു വിൻ. നീ ജയിച്ച് കയറി കഴിയുമ്പോൾ, ആ PSC റാങ്ക് ലിസ്റ്റിൽ ടോപ്പ് റാങ്ക് നിന്റെ പേര് വന്നു കഴിയുമ്പോൾ ആ കളിയാക്കലുകൾ നിൽക്കുകയും നിങ്ങളുടെ പേരൻസിന് സമാധാനത്തോടു കൂടി ഇരിക്കുന്ന ഒരു അവസരം കൊടുക്കാൻ നിങ്ങൾക്ക് പറ്റും. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഈ സിലബസ് പഠിക്കാതെ അല്ലെങ്കിൽ പഠിച്ചു തുടങ്ങാതെ നിങ്ങൾ കളയുന്ന ഓരോ ദിവസവും നിങ്ങളുടെ ലക്ഷ്യത്തിൽ നിന്നുള്ള നിങ്ങളുടെ ദൂരം ഇങ്ങനെ കൂട്ടി വന്നുകൊണ്ടിരിക്കുകയാണ്. ഒറ്റ ചോദ്യം നിങ്ങൾ സ്വയം ചോദിച്ചാൽ മതി, നിങ്ങൾ വെയിറ്റ് ചെയ്യുന്നത് സിലബസിന് വേണ്ടിയിട്ട് ഒരു പെർഫെക്റ്റ് ടൈമിന് വേണ്ടിയിട്ടാണോ, അതൊരു ജോലി അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ കണ്ണീരൊപ്പാനുള്ള അവസരം അതിന് വേണ്ടിയിട്ടാണോ എന്ന് ചോദിക്കും. സ്വയം അതിനുള്ള ഉത്തരം നിങ്ങൾ കണ്ടെത്തുക. അപ്പൊ പിന്നെ പഠിച്ചു തുടങ്ങാൻ ഈസി ആയിരിക്കും. ഒരു യുദ്ധം തുടങ്ങാനായിട്ട് നമ്മൾ കലണ്ടർ നോക്കിയിരിക്കുമല്ലോ, അതല്ല രീതി. നമ്മുടെ ആയുധത്തിന് മൂർച്ച കൂട്ടി തുടങ്ങണം. ഇപ്പൊ നാളെ PSC ഇതിന്റെ സിലബസ് പ്രസിദ്ധീകരിച്ചാൽ, എക്സാം ഡേറ്റ് പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പ്രിപ്പയർഡ് ആണോ ആ എക്സാം എഴുതാൻ? ഒരിക്കലും അല്ല. കാരണം നിങ്ങൾ പഠിച്ചു തുടങ്ങിയിട്ടില്ല. സോ കോമൺ ടോപ്പിക്സ് ഉപയോഗിച്ച് പഠിക്കുക, നിങ്ങളുടെ അറിവിനെ മൂർച്ച കൂട്ടുക. ബിക്കോസ് ഇതൊരു യുദ്ധഭൂമി തന്നെയാണ് മെയിൻസ് പരീക്ഷ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, മെയിൻസിന്റെ സിലബസ് ഒക്കെ വരുന്നു, ആ സമയം മുതൽ വിദ്യാർത്ഥികൾ ഇങ്ങനെ പരിഭ്രാന്തരായി ഇങ്ങനെ ഓടി തുടങ്ങുമ്പോൾ നിങ്ങൾ വളരെ കൂളായിട്ടിരിക്കുകയാണ്. കാര്യം നിങ്ങൾ നേരത്തെ പഠിച്ച് തുടങ്ങി കഴിഞ്ഞു. ആ ഒരു വിഷനോട് കൂടി വേണം നിങ്ങൾ ഡിഗ്രി ലെവൽ മെയിൻസ് എക്സാംസിന് തയ്യാറെടുക്കാൻ. ഈ സിലബസ് വരുന്നതും കാലത്ത് 10,000-ങ്ങളും ലക്ഷങ്ങളും പുറത്തിരിപ്പുണ്ട്. പക്ഷെ ഇപ്പം പഠിച്ച് തുടങ്ങിയിട്ടുള്ള ഒരു 1000 ആൾക്കാരൊക്കെ കാണുള്ളൂ. ആ 1000 ആൾക്കാർ തന്നെയാണ് ആ ഒരു റാങ്ക് ലിസ്റ്റിലേക്ക് എത്താൻ പോകുന്നത്. അപ്പൊ നമ്മുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ആ ഒരു 1000-ൽ ഇൻക്ലൂഡ് ആവുക എന്നുള്ളതാണ്. കാര്യം ആ ഒരു ആൾക്കാരുണ്ടല്ലോ, അവർ ഈ പരീക്ഷയിൽ മറ്റൊരു പരീക്ഷ ഉറപ്പായും ട്രാക്ക് ചെയ്തിരിക്കും. സോ എനിക്ക് അവസാനമായി പറയാനുള്ള ഒരു കാര്യം ഇതാണ്. ഇപ്പൊ നിങ്ങൾക്കൊരു അഫോർഡബിൾ കോഴ്സിന്റെ ബേസിസിൽ തീവ്രമായ ഒരു പരിശീലനം, ഇതുപോലെ മോട്ടിവേഷൻ നിലനിർത്തിയ ഒരു പരിശീലനമാണ് വേണ്ടതെങ്കിൽ ഞങ്ങളുടെ അഫോർഡബിൾ ബാച്ചുകൾ നിങ്ങൾക്ക് ലഭ്യമാണ്. നിങ്ങൾ ഡെമോ ക്ലാസ് കണ്ടു തുടങ്ങിയാൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ഫൗണ്ടേഷൻ കിട്ടും. ഡെമോ ക്ലാസ് ഫ്രീ ആയിട്ട് തന്നെയാണ് നിങ്ങൾക്ക് ലഭിക്കുക. പക്ഷെ നിങ്ങൾ ഓർക്കുക, നിങ്ങൾ കളിക്കുന്നത് നിങ്ങളുടെ ജീവിതം കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മാതാപിതാക്കളുടെ പ്രതീക്ഷകൾ കൊണ്ടാണ്, അല്ലെങ്കിൽ നിങ്ങൾ ജയിച്ച് കാണണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരുടെ സ്വപ്നങ്ങൾ കൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ കളിക്കുന്നത്. ഒരു സൈഡിൽ നിന്ന് കുറെ ആൾക്കാർ നിങ്ങളുടെ തോൽവി ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ കൂട്ടത്തിൽ ഏത് ആൾക്കാരാണ് ഹാപ്പി ആക്കാൻ പോകുന്നത്? നിങ്ങൾ തന്നെ തീരുമാനിക്കാം. സോ ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാം. അപ്പൊ ഈ ഒരു മോട്ടിവേഷനോട് കൂടി ചാർജ് ആയിട്ട്, എനർജറ്റിക് ആയിട്ട് കോമൺ ടോപ്പിക്സ് വെച്ച് പഠിച്ചു തുടങ്ങും എന്ന് ഉറപ്പിച്ചിട്ടുള്ള ആൾക്കാർ ഇപ്പോൾ തന്നെ കമന്റ് സെക്ഷനിൽ വിജയം, വിൻ എന്ന് കമന്റ് ചെയ്യുക. ഓൾ ദ ബെസ്റ്റ്.